ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷും നിധിയും ഡിവോഴ്സ് ആയെന്നറിഞ്ഞ് തിരുവനന്തപുരത്തെത്തിയ രാജീവും ഹേമയും നിധി തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്തോ, ഞങ്ങളും നിധിയുടെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ് രാജീവും ഹേമയും കിളിക്കൂട്ടിൽ നിന്നും നിധിയെയും കൂട്ടി തിരുവനന്തപുരത്തുള്ള ഒരു വീട്ടിലേക്ക് വരികയാണ്. ഹേമ പറയുന്നു, ഞാൻ വിചാരിച്ചു ഈ വീട്ടിലേക്ക് തന്നെയായിരിക്കും രാജീവേട്ടൻ കൂട്ടിക്കൊണ്ടുവരികയെന്ന്. നിധി, ഇത് ആരുടെ വീടാണെന്ന് മനസ്സിലായോ? ഇത് ആരുടെ വീടാണെന്ന് നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച രാജീവ് പറയുകയാണ്, നമ്മുടെ വീടാണ് മോളെ. അപ്പൊ ഹേമ പറയുന്നു, നീ +1 പഠിക്കുമ്പോൾ അച്ഛൻ വാങ്ങിച്ച വീടാടി ഇത്. നിന്റെ അച്ഛനും ചേട്ടനും തിരുവനന്തപുരത്തേക്ക് ബിസിനസ് കാര്യവുമായി വന്നാൽ ഇവിടെയാ താമസിക്കുന്നത്. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, നീ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഹേമേ. അപ്പൊ ഹേമ പറയുകയാണ്, വന്നിട്ടുണ്ട് രാജീവേട്ടാ, വാ മോളെ എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിൽ നിന്നും ബാഗും വാങ്ങിച്ച് രാജീവ് നിധിയെയും ഹേമയെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് രാജീവ് പറയുന്നു, ഹേമേ, ആളെ വെച്ച് ക്ലീൻ ചെയ്യിപ്പിച്ചതാ, നന്നായി ക്ലീൻ ചെയ്തോന്നറിയില്ല. നിധിക്ക് പൊടിയൊന്നും അടിക്കാൻ പാടില്ല, നീ പോയി ചെക്ക് ചെയ്ത് നോക്ക്. തുടർന്ന് അവിടേക്ക് വന്ന ഹേമ പറയുന്നു, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് രാജീവേട്ടാ, നീറ്റായിട്ട് കിടക്കുക. അപ്പൊ രാജീവ് പറയുന്നു, ഹേമേ, നീ പോയി മോക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ, പാലൊക്കെ മേടിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടോന്ന് നോക്ക്, ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിക്കാം. അതൊന്നും വേണ്ട അച്ഛാന്ന് നിധി പറയുമ്പോൾ ഹേമ ചോദിക്കാണ്, മോളെ നിധി, അമ്മ കോഫി ഉണ്ടാക്കിയാൽ മോക്ക് ഇഷ്ടമല്ലേ? ഞാൻ പോയി മോക്ക് കോഫി ഉണ്ടാക്കി കൊണ്ടുവരാം, അതുവരെ അച്ഛന്റെ കൂടെ സംസാരിച്ചിരിക്കുക. ശരി, നീ പോയിട്ട് വന്ന് രാജീവ് പറയുമ്പോൾ ഹേമ അടുക്കളയിലേക്ക് പോവുകയാണ്. രാജീവ് പറയുന്നു, നമ്മുടെ വീടിന്റെ അത്രയും സൗകര്യങ്ങളില്ലെങ്കിലും നല്ല വീടാ മോളെ. ബിസിനസ് കാര്യങ്ങളുമായി വരുമ്പോൾ താമസിക്കാനായി ഈ വീട് വാങ്ങിച്ചത്. നമ്മൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് താമസിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പൊ നിധി പറയണ, നല്ല വീടാ അച്ഛാ. ഹേമ കോഫിയുമായി എവിടേക്ക് വരികയാണ്. കോഫി എടുത്ത് നിധി വിഷമത്തോടു കൂടി ആലോചിച്ചിരിക്കുമ്പോൾ ഹേമ പറയുന്നു, നിധി കോഫി കുടിക്ക്. ഹേമ ചോദിക്കണ, ഇവളുടെ നിൽപ്പും ഭാവമൊക്കെ കണ്ടാൽ നമ്മൾ ഇവളെ തട്ടിക്കൊണ്ടു വന്നതുപോലെ ഉണ്ടല്ലോ, നിന്റെ അച്ഛനും അമ്മയല്ലേ ഞങ്ങൾ. അപ്പൊ നിധി പറയുകയാണ്, പെട്ടെന്ന് നിങ്ങൾ വന്ന് ഇവിടെ താമസിക്കണ്ട, തിരുവനന്തപുരത്തെ നമ്മുടെ മറ്റൊരു വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. പെട്ടെന്ന് എല്ലാം നടക്കുന്നു, അതാ ഒരു പേടി. ഇത് കേട്ട് രാജീവ് പറയണ, എന്താ മോളെ ഇത്, ഞങ്ങളെ എന്തിനാ മോള് പേടിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, നീ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും ഈ കുടുംബം നിന്റെ കൂടെ ഉണ്ടാകുമെന്ന്. നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ താങ്ങി പിടിക്കാൻ ഞങ്ങൾ വരും. അതാ ഇപ്പോഴും നടന്നത്. ഇപ്പൊ എന്താ, ആ വീടും ആ വീട്ടിലുള്ളവരെയും നിനക്ക് ഇഷ്ടമാ, അവര് നല്ലവരാണെന്ന് നീ ചിന്തിക്കുന്നു, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ അവരെ പോയി കാണരുതെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ മോളെ. നീ അവിടെ പോയി അവരെ കാണുകയും അവരിവിടെ വന്ന് നിന്നെ കാണുകയും ചെയ്തോട്ടെ. സാധാരണ പോലെ നീ ജോലിക്കുമ്പോ മോളുടെ അച്ഛനും അമ്മയുമായി ഞങ്ങൾ മോളുടെ കൂടെ തന്നെ നിന്ന് മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഇത് തന്നെയല്ലേ നീ ആഗ്രഹിച്ചത്? അപ്പൊ ഹേമ പറയുകയാണ്, കണ്ടില്ലേ നിധി, നീ എന്തെല്ലാം തെറ്റ് ചെയ്തു, അതെല്ലാം ക്ഷമിച്ച് നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ ചിന്തിക്കുന്നത്. പക്ഷെ നീ ഈ ഒരു വർഷത്തില് ഞങ്ങളെ കുറിച്ച് ഓർത്തോ? ഒരു തവണയെങ്കിലും ഞങ്ങളെ കാണാൻ വന്നോ? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ കാണാൻ വന്നു, പക്ഷെ നിങ്ങൾ എന്നെ അകത്ത് കയറ്റിയില്ലല്ലോ. അതിനുശേഷം എന്നെയും സുധീഷിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുധീഷിനെ കള്ളനാക്കാൻ ശ്രമിച്ചില്ലേ, അതൊക്കെ മറന്നോ? ഇത് കേട്ട് രാജീവ് ചോദിക്കാണ്, ഹേമേ, നീ എന്തിനാ ഇപ്പം പഴയതൊക്കെ പറഞ്ഞ് നിധിയെ വിഷമിപ്പിക്കുന്നത്? മോളെ നിധി, നീ അത് വിട്, അച്ഛൻ ചെയ്തത് വലിയ തെറ്റാ. മോളുടെ ജീവിതത്തെ കുറിച്ചോർത്ത് അച്ഛന് ഭയമായിരുന്നു. ആൾക്കാർ പറയുന്നത് കേട്ട് അത് നല്ല കുടുംബമാണോന്ന് അച്ഛൻ സംശയിച്ചിരുന്നു. ഞാൻ ആലോചിച്ചതുപോലെ തന്നെ ആ സുധീഷിന്റെ ഭാഗത്ത് എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടല്ലേ ഒടുവിൽ നീ ഡിവോഴ്സ് വാങ്ങിയത്. ഇത് കേട്ട് നിധി അച്ഛന്ന് വിളിക്കുമ്പോൾ രാജീവ് പറയണ, മോൾ അതെല്ലാം മറക്ക്, ഇനി മോക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഈ അച്ഛൻ ചെയ്യും. മോൾ സന്തോഷമായിട്ട് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ വീട്ടിൽ കഴിയാം. ഹേമേ, നീ നിധിയുടെ റൂം കാണിച്ചു കൊടുക്ക്, ഞാൻ പുറത്തു പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാം. പോയിട്ട് വരാം മോളെ എന്ന് പറഞ്ഞ രാജീവ് അവിടെ നിന്ന് പോകുമ്പോൾ ഹേമ ചോദിക്കുന്നു, മോളെ നിധി, എന്തെങ്കിലും കഴിക്കാൻ വേണം? ഒന്നും വേണ്ട അമ്മയെന്ന് നിധി പറയുമ്പോൾ ഹേമ പറയുകയാണ്, ഒന്ന് ചിരിക്കടി, നോക്ക്, ചിരിച്ചാൽ കാണാൻ എന്ത് ഭംഗിയാ. തുടർന്ന് രാജീവും നിധിയും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. ഹേമ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. കറികളെല്ലാം കണ്ട് രാജീവ് പറയുകയാണ്, എന്താ ഹേമേ, ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിധിയെ തലോടിക്കൊണ്ട് ഹേമ പറയുകയാണ്, കുറെ നാളുകൾക്ക് ശേഷം നിധി എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കാൻ പോവുകയല്ലേ, അതാ ഞാൻ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കിയത്. പുഞ്ചിരിച്ച രാജീവ് പറയുകയാണ്, കണ്ടില്ലേ മോളെ, മോളുടെ അമ്മയ്ക്ക് മോളോടുള്ള സ്നേഹം. ഹേമ സന്തോഷത്തോടുകൂടി നിധിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. നിധി അത് കഴിക്കാനായി തുടങ്ങുമ്പോൾ രാജീവ് പറയുകയാണ്, നിക്ക് മോളെ, അച്ഛൻ മോക്ക് ഒരു വാ വാരി തരാം. ദാ മോളെ, അച്ഛന് വേണ്ടി ഒരു വാ മേടിക്ക്. അത് കഴിച്ച് നിധി വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഒരു വായും കൂടെ. എന്തു പറ്റി മോക്ക്? ഒന്നുമില്ല അച്ഛാ, താന്ന് പറഞ്ഞ് നിധി അത് കഴിക്കുകയാണ്. ശേഷം ഭക്ഷണം കഴിക്കുന്ന നിധി ഓർക്കുകയാണ്, സന്തോഷത്തോടു കൂടി സംസാരിച്ച് സുധീഷിന്റെയും സുഭാഷിന്റെയും നികേഷിന്റെയും ഹരീഷിന്റെയും ഒപ്പം ഭക്ഷണം കഴിക്കുന്നത്. തുടർന്ന് ഹേമ ചോദിക്കുന്നു, നിധി കുറച്ചുകൂടി വിളമ്പട്ടെ? നിധി, എന്താ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല അമ്മാന്ന് നിധി പറയുമ്പോൾ ഹേമ പറയണ, അങ്ങനെയല്ല, എന്തോ ആലോചിക്കുകയായിരുന്നു. നീ എന്താ ആലോചിച്ചോണ്ടിരുന്നേ? അപ്പൊ നിധി പറയണ, ഞങ്ങള് വീട്ടില് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാ കഴിക്കുക. പെട്ടെന്ന് രാജീവിന്റെയും ഹേമയുടെയും മുഖം വാടുകയാണ്. അപ്പൊ നിധി പറയുന്നു, ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാകില്ല, വളരെ കുറച്ച് ഐറ്റംസേ കാണും. പക്ഷെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ എത്ര ദോശ ഇഡ്ഡലിയൊക്കെയാണ് കഴിക്കുന്നതെന്ന് പോലും അറിയില്ല. സുഭാഷ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെല്ലാം നല്ല രുചിയാ. ഹേമ ചോദിക്കുന്നു, നിനക്ക് അവരോട് എന്താടി സംസാരിക്കാനുള്ളത്? പെൺകുട്ടികളായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇതെല്ലാവരും ആൺകുട്ടി
ആൺകുട്ടികളല്ലേ, ആണുങ്ങൾ മാത്രമുള്ള ആ വീട്ടിൽ നിനക്ക് എന്ത് സംസാരിക്കാനാ? അപ്പൊ നിധി പറയണ അതമ്മയ്ക്ക് അറിയില്ല. എന്ത് രസാണെന്നറിയോ അവരുടെ എല്ലാം സംസാരം കേൾക്കാൻ, സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെ പുഞ്ചിരിച്ച നിധി പറയണ സുധീഷിനെ കുറിച്ച് പിന്നെ പറയുകയേ വേണ്ട. മാ തുറന്നാ പിന്നെ അടക്കില്ല. ഹരീഷില്ലേ, കാണുമ്പോ സൈലന്റ് ആണെന്ന് തോന്നുമെങ്കിലും സുധീഷിനെ കളിയാക്കുന്ന ഒന്ന് കേൾക്കണം. പിന്നെ നികേഷില്ലേ, അവൻ എപ്പോഴും ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിച്ച എന്റെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ അവരുടെ അച്ഛനില്ലേ, ദിവസവും എനിക്ക് മാത്രമായി എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും. കൈ തന്നിട്ട് ഇത് മോള് മാത്രം കഴിക്കണമെന്ന് പറയും. ഇത് കേട്ട് പുഞ്ചിരിച്ച രാജീവ് പറയുന്നു, മോൾ ഇത് കഴിക്ക്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധി പറയുന്നു, പിന്നെ ഉണ്ടല്ലോ അമ്മേ. അമ്മ ഹേമ പറയണ, നീ ആ വീടിന്റെ പുരാണം ഒന്ന് നിർത്തുവോ? എന്തിനെ കുറിച്ച് സംസാരിച്ചാലും ഒടുവിൽ ആ വീടിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും അവള്. നീ എങ്ങനെ ആ വീട്ടിൽ താമസിച്ചെന്ന് പോലും എനിക്കറിയില്ല. നമ്മുടെ വീടിന്റെ ഷെഡിന്റെ അത്രയും പോലും ഇല്ല ആ വീട്. എനിക്ക് അരമണിക്കൂർ പോലും ആ വീടിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് കേട്ട് നിധി പറയണം, അമ്മ പറയുന്നതൊന്നും ഞാൻ അവിടെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. വീടെന്നാൽ എന്താ, അവിടെ താമസിക്കുന്ന ആളുകളല്ലേ. ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നവരെ കുറിച്ച് മാത്രമാ പറഞ്ഞത്. അമ്മേ, അവരെല്ലാവരും ശരിക്കും നല്ലവരാ. എന്റെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാണെന്നറിയോ. ഞാൻ കഴിച്ചോ കഴിച്ചില്ലയോ, കോഫി കുടിച്ചോ എല്ലാം ചോദിക്കും. ഇത് കേട്ട് ഹേമ ചോദിക്കണ, നീ എന്താടി ഭക്ഷണം കിട്ടാതെയാണോ അങ്ങോട്ട് പോയതോ? അപ്പൊ രാജീവ് പറയുന്നു, ഹേമേ, നമ്മുടെ മോള് ഇത്രയും നാളും അവിടെയല്ലേ താമസിച്ചത്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറയുന്നത്. നീ ഇത്രയും നാളും പിണങ്ങി അവിടെ കഴിഞ്ഞതിന്റെ ദേഷ്യത്തിലാ ഹേമ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കാര്യാക്കണ്ട മോളെ. അപ്പൊ നിധി പറയാണ്, നിങ്ങൾ എനിക്ക് പൊറോട്ടയൊന്നും വാങ്ങി തരത്തില്ലായിരുന്നല്ലോ. അവിടെ ആഴ്ചയിൽ ഒരിക്കൽ പൊറോട്ടയായിരുന്നു ഞാൻ കഴിക്കുന്നത്. സൂപ്പർ ആയിരുന്നു. ഇത് കേട്ട് ഹേമ പറയണ, ഇടയ്ക്കിടയ്ക്ക് പൊറോട്ട കഴിച്ചാൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല. ഇത് കേട്ട് രാജീവ് പറയണ, ഹേമേ നീ ഒന്ന് മിണ്ടാതിരിക്കെ, അവള് കഴിക്കട്ടെ. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് രാജീവ് പറയുന്നു, ഹേമേ ആരാണെന്ന് നോക്ക്. ഇത് കേട്ട് വാതിൽ തുറന്ന ഹേമ കാണുകയാണ് അവിടെ നിൽക്കുന്ന സുധീഷിനെ. സുധീഷ് ചോദിക്കുന്നു, നിധിയില്ലേ? ഹേമ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി എന്ന് ഉറക്കെ വിളിച്ച് കൈ കാണിക്കുകയാണ് സുധീഷ്. സുധീഷ് എന്ന് വിളിച്ച് സന്തോഷത്തോടു കൂടി നിധി അരികിലേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ച് അകത്തേക്ക് കയറി വന്ന സുധീഷ് ചോദിക്കുന്നു, ഓ കഴിക്കുമായിരുന്നോ? അപ്പൊ കൃത്യസമയത്താണ് ഞാൻ വന്നത്. ഇന്ന് വീട്ടിൽ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് പൊറോട്ട വാങ്ങി. നിനക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയും കറിയാ. നിധി കഴിക്കുന്നോ? അപ്പൊ നിധി പറയണ, അതിനെന്താ സുധീഷ്, ഞാൻ കഴിക്കാം, വാ വാ. സുധീഷ് ഇരിക്ക്. ഡൈനിങ് ടേബിളിലേക്ക് പൊറോട്ട വെച്ച് നിധി അത് കഴിക്കാനായി ഇരിക്കുമ്പോൾ സുധീഷ് പറയണ, ഞാനത് കൈ കഴുകിയിട്ട് വരാമേ. എവിടെ വാഷ്റൂം? അവിടെയാണെന്ന് പറഞ്ഞ് നിധി വാഷ്റൂം കാണിച്ചു കൊടുക്കുകയാണ്. ഹേമ നിധി കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് അരികിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവിടേക്ക് വന്ന സുധീഷ് മറ്റൊരു പ്ലേറ്റ് നിധിയുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിധി ഹേമയുടെ ഭക്ഷണം മാറ്റിവെച്ച് സുധീഷ് എടുക്കുന്ന പൊറോട്ടയിലേക്ക് നോക്കുകയാണ്. സുധീഷ് പൊറോട്ടയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് നിധിയുടെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മുകളിലേക്ക് കറിയും ഒഴിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് രാജീവും ഹേമയും. ഹേമപതിയെ രാജീവിനോട് പറയുന്നു, കണ്ടില്ലേ രാജീവേട്ടാ അവൾ എങ്ങനെയാ കഴിക്കുന്നതെന്ന്. അത് കഴിച്ചു നോക്കി നിധി പറയണ, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ്. ഇപ്പൊ ഞാൻ അച്ഛനോടും അമ്മയോടും പറയുകയായിരുന്നു നമ്മുടെ വീട്ടിൽ എല്ലാവരും എങ്ങനെയാണ് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എനിക്കറിയായിരുന്നു നിധി, നിധി നമ്മുടെ വീടിനെ മിസ് ചെയ്യും, വീട്ടിലുള്ള എല്ലാവരെയും മിസ് ചെയ്യുന്ന. അതുകൊണ്ടാണ് ഞാൻ വന്നേ. പൊറോട്ട മേടിച്ചതും നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. നിധി പറയുന്നു, താങ്ക് യു സുധീഷ്. എങ്ങനെയാ സുധീഷ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഞാനിപ്പം അച്ഛനോടും അമ്മയോടും പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ പൊറോട്ട കഴിക്കാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്ന് സുധീഷ് വാങ്ങിച്ചു തരുമെന്ന്. അപ്പൊ സുധീഷ് പൊറോട്ടയുമായിട്ട് വന്നു നിൽക്കുന്നു. അപ്പൊ സുധീഷ് പറയണ, നിധി മനസ്സ് ചിന്തിച്ചാ മതി, ഞാൻ അറിയും. പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, സുധീഷ് കഴിച്ചോ? ഇല്ല, നിധി കഴിക്കുന്ന സുധീഷ് പറയുമ്പോൾ നിധി പറയണ, ഇരിക്ക് സുധീഷ്, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. സുധീഷ് ചോദിക്കുന്നു, അങ്ങനെയാണോ നിധി പറയുന്നത്? അതെ ഇരിക്കെന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് നിധി. ഇത് കണ്ട് ഒന്നും മിണ്ടാനാകാതെ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് രാജീവും ഹേമയും. പൊറോട്ട കഴിക്കുന്ന സുധീഷ് പറയുകയാണ്, നന്നായിട്ടുണ്ടല്ലേ? അപ്പൊ നിധി പറയുകയാണ്, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ്, കഴിക്ക്. പെട്ടെന്ന് രാജീവിനെ ഹേമയും എന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് പറയുകയാണ്, അയ്യോ സോറി, നിങ്ങളോട് ചോദിക്കാൻ മറന്നുപോയി. പൊറോട്ട കഴിക്കുന്നോ? ഒരുപാട് ഇടം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ രാജീവ് പറയണ, വേണ്ട വേണ്ട ഞാൻ കഴിച്ചു, നിങ്ങൾ കഴിക്ക്. അങ്ങനെ രാജീവ് അവിടെ എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോൾ നിധി പറയണ, അച്ഛൻ നന്നായി കഴിച്ചില്ലല്ലോ. അപ്പൊ രാജീവ് പറയുന്നു, ഇല്ല മോളെ, ഞാനിപ്പം കുറച്ചേ കഴിക്കാറുള്ളൂ, എനിക്ക് മതി എന്ന് പറഞ്ഞ് രാജീവ് അവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് ഹേമ. സുധീഷ് പറയുന്നു, നിധി ഒരു കാര്യം മറന്നു, ഭായിയുടെ കടയില് പുതിയൊരു ഡിഷ് വന്നിട്ടുണ്ട്, മഹാരാജ ചിക്കൻ. ഞാൻ നിധിക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്, ആദ്യം ഒന്ന് ചോദിച്ച് സുധീഷിന്റെ ഒപ്പം അത് കഴിക്കുകയാണ് നിധി. കുറച്ചപ്പുറത്തായി മാറി നിന്ന് രാജീവും ഹേമയും അവരെ ശ്രദ്ധിക്കുകയാണ്. ദേഷ്യത്തോടുകൂടി ഹേമ പറയുകയാണ്, ഇവനെയൊക്കെ ആര് വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുന്നേ, നാണം കെട്ടവൻ. ഇവളാണെങ്കിലോ വന്നപ്പോ തൊട്ട് ആ വീടിനെ കുറിച്ച് പുകഴ്ത്തി പാടുക. അപ്പൊ രാജീവ് പറയുന്നു, ദേ നോക്കൂ ഹേമ, ഇന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ, അവളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. ഇത് കേട്ട് ഹേമ പറയണ, എനിക്ക് പറ്റുന്നില്ല രാജീവേട്ട, ഇവളെ നമ്മളെ എങ്ങനെയൊക്കെ വളർത്തിയതാ, ഒരു വർഷത്തില് എങ്ങനെ മാറിപ്പോയെന്ന് നോക്കിയേ. ഞാൻ അവൾക്ക് വേണ്ടി എന്തെല്ലാം ഉണ്ടാക്കി വെച്ചതാ, അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് റോഡിന്റെ സൈഡിലുള്ള ഏതോ കടയിൽ നിന്ന് വാങ്ങിയ പൊറോട്ട തിന്നുന്ന കണ്ടില്ലേ. അപ്പൊ രാജീവ് പറയണ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹേമേ, നിന്റെ പോലെ തന്നെ ഇത് കണ്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ നിന്നാൽ നമ്മുടെ പ്ലാൻ നടക്കില്ല. അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേ പറ്റൂ, നീ ഒന്ന് ക്ഷമിക്ക്. തുടർന്ന് നിധി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് സുധീഷ് വാതിലിന്റെ അരികിലേക്ക് പോകുമ്പോൾ നിധിയും പിന്നാലെ പോവുകയാണ്. ശരി നിധി എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുന്നു. പുഞ്ചിരിച്ച് സുധീഷ് പോകുന്നത് നോക്കി നിൽക്കുന്ന നിധിയുടെ അരികിലേക്ക് വരികയാണ് രാജീവും ഹേമയും. അമ്മ പോയോന്ന് ഹേമ ചോദിക്കുമ്പോൾ നിധി പറയണ,
പോയി. അപ്പൊ ഹേമ പറയണേ, എടി നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ഐറ്റംസാ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ നീ അവൻ മേടിച്ചോണ്ട് വന്ന പൊറോട്ട കഴിക്കുന്നു. ഇത്ര ഐറ്റംസ് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ എന്നെ കണ്ടാൽ നിനക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ട് നിധി ചോദിക്കണ, എന്താ അമ്മ ഇത്? അമ്മ ഉണ്ടാക്കിയതൊന്നും കഴിക്കാത്തതുപോലെയാണല്ലോ അമ്മ പറയുന്നത്. അമ്മ ഉണ്ടാക്കിയതെല്ലാം കഴിച്ചു നോക്കി നന്നായിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ. പൊറോട്ട എനിക്ക് ഒരുപാട് ഇഷ്ടം, അത് സുധീഷിനും അറിയാം. ഇത് കേട്ട് ഹേമ പറയണ, പിന്നെ ഒരു പൊറോട്ട കൈ പോലും കഴുകാതെ അവൻ പൊറോട്ട മുറിച്ചു തന്നപ്പോൾ നീ അത് ആർത്തിയോടുകൂടി കഴിക്കുന്നു. എങ്ങനെയാടി നിനക്ക് ഇതൊക്കെ ശീലമായത്? അപ്പൊ നിധി പറയണ, സുധീഷ് കൈ കഴുകിയിട്ട് വന്നിട്ടാ പൊറോട്ട മുറിച്ച് എനിക്ക് തന്നത്. അമ്മ ഇത് കണ്ടില്ലായിരുന്നു. അപ്പൊ ഹേമ പറയണ, കൈ കഴുകിന്ന് നന്നായിട്ട് സോപ്പിട്ട് കഴുകിയാലേ കൈ വൃത്തിയാകുകയുള്ളൂ. വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് പൊറോട്ട എടുത്തു തരുന്നു, അത് വാങ്ങി നീ തിന്നുന്നു. നിന്നെ ഞങ്ങള് എങ്ങനെയൊക്കെ വളർത്തിയതാടി? ഇത് കേട്ട് നിധി ചോദിക്കണ, എന്താ വന്നത് മുതൽ നിധി തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? അപ്പൊ രാജീവ് പറയണ, അതല്ല മോളെ, ഇന്ന് രാവിലെ അല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇതുവരെ അവള് മോളുടെ കൂടെ ഇരുന്ന് നന്നായി സംസാരിച്ചില്ലല്ലോ. അതിനുള്ളില് ആ വീട്ടിൽ നിന്ന് ഒരാള് ഇവിടെ വന്ന് നിന്നെ കണ്ട് സംസാരിച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്നു. അതുകൊണ്ടാ നിന്റെ അമ്മ ടെൻഷൻ ആയെന്ന് വിചാരിക്കുന്നു. ഇത് കേട്ട് ഹേമ രാജീവിനെ നോക്കുമ്പോൾ രാജീവ് കണ്ണടച്ച് കാണിക്കുകയാണ്. അപ്പൊ നിധി ചോദിക്കാണ്, അച്ഛനല്ലേ പറഞ്ഞത് എനിക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് പോകാം, അവർക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് എന്നെ കാണാന്ന്. അതുമാത്രമല്ലേ സുധീഷ് ചെയ്തുള്ളൂ. ഇത് കേട്ട് ഹേമ ചോദിക്കാണ്, അതുകൊണ്ട് ഉടനെ ഇങ്ങി വരണമെന്നാണോ? അപ്പൊ രാജീവ് പറയുന്നു, ഹേമേ അത് വിട്, ഇത്രയും നാളും അവൾ ആ വീട്ടിലല്ലേ താമസിച്ചേ, അവള് നോർമൽ ആകാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ നിധി പറയണ, അച്ഛാ സുധീഷിന് എന്നോട് നല്ല സ്നേഹമാ. സുധീഷ് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നറിയോ? ഇത് കേട്ട് രാജീവ് പറയുകയാണ്, മനസ്സിലാവുന്നുണ്ട്, സുധീഷ് ഒരുപാട് നല്ലവനാണോ? അതെ അച്ഛാ നിധി പറയുമ്പോൾ രാജീവ് ചോദിക്കാണ്, സുധീഷിനെ മോക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് നിധി പറയുമ്പോൾ രാജീവ് ചോദിക്കാണ്, പിന്നെന്തിനാ ഡിവോഴ്സ് ചെയ്തേ? ഇത് കേട്ട് നിധിയുടെ മുഖം വാടുമ്പോൾ ഹേമ പറയാണ്, അങ്ങനെ ചോദിക്ക്, ആ വീട് നിനക്ക് ഒരുപാട് ഇഷ്ടോ? ആ വീട്ടിലുള്ളവരെ അതിനേക്കാളും ഇഷ്ടോ? പിന്നെ എന്തിനാടി സുധീഷിനെ നീ ഡിവോഴ്സ് ചെയ്തേ? അതെന്ന് പറഞ്ഞ നിധി പറയാൻ മടിച്ചു നിൽക്കുമ്പോൾ രാജീവ് പറയുകയാണ്, മോളെ നിധി, ഈ ചോദ്യം ഞാൻ വീണ്ടും വീണ്ടും എന്നോട് തന്നെ ചോദിക്കുന്നതാ. ഇത്രയൊക്കെ പുകഴ്ത്തി പറയുന്ന സുധീഷിൽ നിന്നും നീ എന്തിന് ഡിവോഴ്സ് വാങ്ങിച്ചു? നിധി വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നിധിയുടെ കയ്യിൽ പിടിച്ച രാജീവ് പറയുന്നു, മോള് വാ ഇരിക്കെ, ഇനി പറ, മോൾ എന്തിനാ സുധീഷിനെ ഡിവോഴ്സ് ചെയ്തേ? ഡിവോഴ്സിന് ശേഷവും അവിടെ തന്നെ താമസിക്കണമെന്ന് എന്തുകൊണ്ടാ ചിന്തിച്ചേ? അങ്ങനെ എന്താ മോളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? നീ നോക്ക്, വന്ന ഉടനെ ഇത് ചോദിക്കാന്ന് വിചാരിച്ചത് ശരി, 2-3 ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു, പക്ഷേ ഇപ്പൊ ചോദിക്കേണ്ട അവസ്ഥയുണ്ടായി. പറ മോളെ, മോളുടെ ജീവിതത്തില് എന്താ സംഭവിച്ചത്? പറ മോളെ. ടെൻഷനോട് കൂടി ഒന്ന് ആലോചിച്ച് നിധി പറയുന്നു, അച്ഛാ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ റൂമിലേക്ക് പോകുക. അങ്ങനെ നിധി റൂമിലേക്ക് പോകുമ്പോൾ ഹേമ പറയുകയാണ്, കണ്ടില്ല രാജീവേട്ട, ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ പോകുന്നത് കണ്ടില്ലേ? അവനെ വേണ്ടാന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്തു. ഇപ്പൊ അവൻ വന്നപ്പോൾ അവന്റെ കൂടെ ഇരുന്ന് ചിരിച്ച് സന്തോഷത്തോടു കൂടി പൊറോട്ട കഴിക്കുന്നു. ഇത് എന്ത് കഥയാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ രാജീവേട്ട. അപ്പൊ രാജീവ് പറയണ, ഹേമേ നീ ധൃതി പിടിക്കാതെ, ദയവ് ചെയ്ത് നീ പ്രശ്നത്തിനൊന്നും നിൽക്കരുത്. നിധി എന്തോ നമ്മളിൽ നിന്നും മറക്കുന്നുണ്ട്, അതറിഞ്ഞാൽ തക്കലയിലേക്ക് ഈസി ആയിട്ട് അവളെ കൊണ്ടുപോകാം. ദേ നീ ഓരോന്ന് പറഞ്ഞ് ഒന്ന് നശിപ്പിക്കരുത്, നമ്മുടെ പ്ലാൻ ഒക്കെ ഇല്ലാതാകും. അപ്പൊ ഹേമ പറയണ, ഇവിടെ ചെയ്യുന്നതൊക്കെ കണ്ട് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ചോദിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ രാജീവ് പറയണ, കണ്ടില്ല എന്ന് നടിച്ചേ പറ്റൂ ഹേമേ, അവൾ എവിടെ പോകാനാ? ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഇല്ലേ, സമാധാനമായിട്ട് സംസാരിക്കാം, നമ്മൾ പറയുന്നത് അവൾക്ക് കേട്ടേ പറ്റൂ. തുടർന്ന് സുധീഷ് വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. ഭാസ്കരൻ കാര്യം അന്വേഷിക്കുമ്പോൾ കൈകൂപ്പി സുധീഷ് പറയുന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, ഞാനിപ്പം നല്ല മൂഡില്ല, നിങ്ങൾ അകത്തേക്ക് പോ. ഇത് കേട്ട് സംശയത്തോടു കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കരൻ അടുക്കളയിലേക്ക് പോവുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, വന്ന ഉടനെ നീ എന്തിനാ അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്? നീ എവിടെ പോയതാ? ഞങ്ങൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഞാൻ നിധിയെ കാണാൻ പോയതാണെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്ത്, നിധി നിന്നോട് സംസാരിച്ചോ? അപ്പൊ സുധീഷ് പറയണ, ഇതേ ഭയത്തോടു കൂടിയാ ഞാൻ പോയത്, സംസാരിക്കുവോ അതോ നാണം കെടുത്തുവെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. ഭയപ്പെട്ടിരുന്നാൽ ശരിയാകില്ല എന്ന് വിചാരിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട കടയിൽ നിന്നും പൊറോട്ടയും കറിയൊക്കെ വാങ്ങി ഞാൻ അവിടെ എത്തി. എന്നെ കണ്ട ഉടനെ എന്തൊരു സന്തോഷമായിരുന്നറിയോ? അവള് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചു. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, സത്യമാണോ സുധീഷ് നീ പറഞ്ഞേ? നീ ഇരിക്കെ, ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വരാം, ഭക്ഷണം കഴിച്ചോണ്ട് സംസാരിക്കാം. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ നിധിയുടെ വീട്ടിൽ നിന്നും നന്നായി കഴിച്ചു, സുധീഷും എന്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നു പറഞ്ഞ് നിധിയാ എന്നെ പിടിച്ച് അവിടെ ഇരുത്തി. അപ്പൊ ഹരീഷ് പറയണ, ഏട്ടത്തി പോയതോർത്ത് സുധീഷ് ഏട്ടന്റെ മുഖത്ത് ഒരു വിഷമോ ഇല്ലല്ലോ, നല്ല സന്തോഷമാണല്ലോ, ഇപ്പൊ ഇരുന്ന് കരയുകയാണെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചത്, ഇപ്പൊ സുധീഷ് ഏട്ടന് ഒരു വിഷമവും ഇല്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, ഞാൻ എന്തിനാടെ വിഷമിക്കുന്നത്? അവൾ ഇവിടെ താമസിക്കുമ്പോൾ കോടതിയിൽ നടന്ന കാര്യങ്ങൾ ഓർത്ത് എന്നോട് സംസാരിക്കാതെ മുഖം വെറുപ്പിച്ചോണ്ട് നടക്കുകയല്ലായിരുന്നു. പക്ഷെ അവിടെ പോയതിനു ശേഷം അങ്ങനെ ഒരു കാര്യമേ നടക്കാത്ത രീതിയിലാണ് അവള് സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചത്. പിന്നെന്തിനാ ഞാൻ വിഷമിക്കുന്നത്? അപ്പൊ സുഭാഷ് ചോദിക്കണ്ട, ആ വീട് എങ്ങനെയുണ്ടടാ? വലിയ വീടാണോ? അപ്പൊ സുധീഷ് പറയുന്നു, വലിയ വീടാ സുഭാഷ് ഏട്ടാ, ഗസ്റ്റ് ഹൗസ് ആണെന്ന്. അവരുടെ ഗസ്റ്റ് ഹൗസ് ആണോ ഇനിയും വേറെ ആരുടെയെങ്കിലും ഗസ്റ്റ് ഹൗസ് ആണോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. ഞാൻ അമ്മായിച്ചന്റെ സ്വത്തിലൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിധിയുടെ വീട്ടുകാരുമായി സംസാരിച്ച് സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിച്ചേനെ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നുണ്ട്, എനിക്കത് മതി. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ഏട്ടത്തി എന്നെ കുറിച്ച് ചോദിച്ചോ? നികേഷിന്റെ കവിളിൽ പിടിച്ച് സുധീഷ് പറയണം,
പറയുകയാണ്, നിന്നെ കുറിച്ച് ചോദിക്കാതിരിക്കോ, നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഏട്ടത്തി എന്നെ മിസ് ചെയ്യുന്നെന്ന്, ഞാൻ നാളെ തന്നെ പോയി ഏട്ടത്തിയെ കാണും. തുടർന്ന് അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചു നിൽക്കുകയാണ്. റൂമിലേക്ക് വരുന്ന നിധി ഓർക്കുകയാണ് സുധീഷ് വീട്ടിലേക്ക് വന്നതും അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചതുമല്ല. പുഞ്ചിരിച്ച് നിധിയെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുന്ന സുധീഷ് നിധിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ്. ഹായ്, നിധി ഉറങ്ങിയോ? പുഞ്ചിരിച്ച് നിധി ഇല്ലാന്ന് റിപ്ലൈ ചെയ്യുമ്പോൾ സന്തോഷത്തോടു കൂടി സുധീഷ് മെസ്സേജ് അയക്കുകയാണ്, എന്താ ഇതുവരെ ഉറങ്ങാഞ്ഞത്? ഉറക്കം വന്നില്ലെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, പുതിയ സ്ഥലത്തായതുകൊണ്ടാണ് ഉറക്കം വരാഞ്ഞത്, ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പൊ നന്നായിട്ട് ഉറങ്ങിയേനെ. അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, മിസ് യു എന്ന് അയച്ചാലോ? അയക്കാം. അങ്ങനെ സുധീഷ് മിസ് യു എന്ന് അയക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് നാണത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, റിപ്ലൈ ഒന്നും വരുന്നില്ലല്ലോ, ചോദിച്ചാലോ? നിധി എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? പുഞ്ചിരിച്ചൊന്ന് ആലോചിച്ച് നിധി റിപ്ലൈ ചെയ്യുകയാണ്, അങ്ങനെയൊന്നുമില്ല. അപ്പൊ സുധീഷ് അയക്കുകയാണ്, നീ എന്നെ മിസ് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. അപ്പൊ നിധി റിപ്ലൈ ചെയ്യുന്നു, ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ സുധീഷ് എന്താ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യുന്നു പറയല്ലോ. അപ്പൊ സുധീഷ് മെസ്സേജ് അയക്കുകയാണ്, അപ്പൊ നിധി എന്നെ മിസ് ചെയ്യുന്നില്ല. നിധി റിപ്ലൈ ചെയ്യുന്നു, സത്യമായിട്ടും ഇല്ല. സുധീഷ് വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ നിധി മെസ്സേജ് അയക്കുകയാണ്, ഹലോ, എന്ത് റിപ്ലൈ ഒന്നും കണ്ടില്ല? അപ്പൊ സുധീഷ് മെസ്സേജ് അയക്കുകയാണ്, എന്നെ മിസ് ചെയ്യുന്നില്ലെന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്ത് സംസാരിക്കാനാ? അപ്പൊ നിധി പറയുകയാണ്, അതിനെന്ത് ചെയ്യാനാ? സുധീഷ് അങ്ങനെ ചോദിച്ചപ്പോൾ കള്ളം പറയാൻ പറ്റുമോ? ഉള്ളതല്ലേ പറയാൻ പറ്റൂ. സുധീഷ് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, ആരാ കള്ളം പറഞ്ഞത്, നീയാണോ ഞാനാണോ? ഞാൻ കള്ളം ഒന്നും പറഞ്ഞില്ല എന്ന് നിധി റിപ്ലൈ ചെയ്യുമ്പോൾ സുധീഷ് ആലോചിച്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ച് ഒന്ന് ആലോചിച്ച് നിധി ചോദിക്കുന്നു, ശരി, സുഭാഷ് എന്ത് ചെയ്യുക? അപ്പൊ സുധീഷ് പറയുന്നു, അതാണല്ലോ പ്രധാനം, എല്ലാവരും ഉറങ്ങി. സുധീഷ് ഉറങ്ങിയില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എങ്ങനെ ഉറങ്ങാനാ? നിധിയെ കുറിച്ച് തന്നെ ഓർത്തിരിക്കുകയായിരുന്നു, അതാ ഞാൻ നിധിക്ക് മെസ്സേജ് അയച്ചേ. ഉടനെ നീയും റിപ്ലൈ ചെയ്തു. നിധി ചോദിക്കുന്നു, ഉടനെ റിപ്ലൈ ചെയ്തതുകൊണ്ട് മിസ് ചെയ്യുന്നെന്നാണോ അർത്ഥം? അപ്പൊ സുധീഷ് പറയുകയാണ്, അങ്ങനെയാണെന്ന് വിചാരിച്ചോ? അങ്ങനെ രാത്രി സുധീഷും നിധിയും പുഞ്ചിരിച്ച് മെസ്സേജ് അയക്കുകയാണ്. തുടർന്ന് രാവിലെ സുധീഷിന്റെ അരികിലേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, എന്താ സുധീഷ് ഏട്ടാ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ, ഞാൻ രാവിലെ നിധിക്ക് ഗുഡ് മോർണിംഗ് അയച്ചു, റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യുക. അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടൻ മാസ കല്യാണം കഴിച്ചിട്ട് പ്രണയിച്ചു, ഇപ്പം ഡിവോഴ്സ് കഴിഞ്ഞിട്ടും പ്രണയിക്കുന്നു. അപ്പൊ സുധീഷ് പറയണ, ഇങ്ങനെ മുഖത്ത് നോക്കി പുകഴ്ത്താതടാ. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്